ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂപ്പർ എന്ന് പറയുന്ന ഒരു കീവേഡിനെ കുറിച്ചിട്ടാണ്. എപ്പോഴാണ് സൂപ്പർ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ യൂസ് എന്താണ്? വളരെ സിമ്പിൾ ആണത്. വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. നമുക്കൊരു ക്ലാസ് ഉണ്ട്, സേ ക്ലാസ് ബേസ്. ക്ലാസ് ബേസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എഴുതി. അതിനകത്ത് ഞാൻ k = 4 എന്ന് എഴുതി. അതിനകത്ത് ഞാനൊരു കൺസ്ട്രക്ടർ എഴുതുകയാണ്. കൺസ്ട്രക്ടറിനകത്ത് ഞാൻ കൺസോൾ ലോഗ് ഓഫ് ബേസ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. കൺസോൾ ലോഗ് ഓഫ് ബേസ് കൺസ്ട്രക്ടർ എന്ന് കൊടുത്തതിന് ശേഷം ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെ എന്ത് എഴുതാൻ പോവാണ്? കെയുടെ വാല്യൂ ദിസ് ഡോട്ട് കെ പ്രിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ സെറ്റ് കെ വാല്യൂ എന്ന് പറഞ്ഞു കൊടുത്തു. അതിനകത്തോട്ട് ദിസ് ഡോട്ട് k = 20 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ താഴെ വേറൊരു ക്ലാസ് എഴുതാൻ പോവാണ്. ക്ലാസ് ഡിറൈവ്ഡ് എക്സ്റ്റെൻസ് ബേസ്. ഇൻഹെറിറ്റൻസ് ആണ് ബേസിക്കലി എക്സ്റ്റെൻസ് വെച്ചിട്ട്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ഈ ക്ലാസ്സിനകത്തായിട്ടുള്ള പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് എല്ലാം ക്ലാസ് ബിയിലും ആക്സസിബിൾ ആയിരിക്കും. ഇപ്പോൾ അത് ഡിഫോൾട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് എല്ലാം പബ്ലിക് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ പറയും. ഇപ്പോൾ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസ് ബേസ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കെ ഇവിടെയും ആക്സസിബിൾ ആണ്. അപ്പം അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി ഞാനിവിടെ വന്നിട്ട് കൺസ്ട്രക്ടർ വിളിക്കുന്നു. അപ്പം നമ്മൾ കൺസ്ട്രക്ടർ വിളിച്ചു കഴിയുമ്പം കൺസ്ട്രക്ടർ ഓഫ് ഇങ്ങനെ കൺസ്ട്രക്ടർ വിളിച്ചു കഴിയുമ്പോൾ നമുക്കൊരു എറർ അടിക്കും. Constructors for derived classes must contain a super call. എന്താണ് സൂപ്പർ കോൾ? സൂപ്പർ കോൾ എന്ന് പറഞ്ഞാൽ ഈ സൂപ്പർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ക്ലാസ്സിലെ കൺസ്ട്രക്ടറിനെയോ മെത്തേഡ്സിനെയോ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിക്കുക. അപ്പം ബേസ് ഇവിടെ ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ആദ്യം ഞാൻ എന്ത് ചെയ്തു? കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് derived constructor super console this dot k = അവിടെ 4 അല്ലേ, ഞാനിവിടെ 40 കൊടുത്തു. അതിനുശേഷം കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ദിസ് ഡോട്ട് കെ കൊടുത്തു. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ ഈ ഫസ്റ്റ് ലൈനിൽ എന്തുകൊണ്ടാണ് ദിസ് ഡോട്ട് കെ കൊടുക്കുക. നമുക്കൊന്ന് കൊടുത്തു നോക്കാം എന്താ സംഭവിക്കുകയെന്ന് അറിയാലോ. ദിസ് ഡോട്ട് കെ കൊടുത്തു. അപ്പോൾ നമുക്കൊരു എറർ അടിച്ചു. Super must be called before accessing this in the constructor of a derived class. Derived classനകത്ത് സൂപ്പർ വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് this ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ദിസ് ഡോട്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലും സാധനം ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് വേണം സൂപ്പർ ക്ലോൾ. അതുകൊണ്ടാണ് ഞാനിവിടെ സൂപ്പറിന് മുമ്പുള്ള കൺസോൾ ഡോട്ട് ലോഗിൽ ദിസ് ഡോട്ട് എഴുതാതിരുന്നത്. ഇതൊരു സിമ്പിൾ റൂളാണ്. ഇനി സെറ്റ് കെ വാല്യൂ അത് ഓവർറൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? നമുക്ക് ഇൻഹെറിറ്റൻസ് ചെയ്യുമ്പം ബേസ് ക്ലാസ്സിനകത്തുള്ള എല്ലാ സാധനവും ഇവിടെ ആക്സസിബിൾ ആണ്. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നമുക്കിനെ ഇത് ബേസ് ക്ലാസ്സിനകത്തുള്ള എല്ലാ ഫങ്ഷൻസും മെത്തേഡ്സും ഇവിടെ നമുക്ക് ആക്സസിബിൾ ആയിരിക്കും. പക്ഷേ സെറ്റ് കെ വാല്യൂ എന്ന് പറയുമ്പം അവിടെ സൂപ്പർ എന്ന് എഴുതേണ്ട അത്യാവശ്യമില്ല. കൺസ്ട്രക്ടറിന്റെ കേസിൽ സൂപ്പർ കൺസ്ട്രക്ടർ അല്ലെങ്കിൽ ബേസ് ക്ലാസിന്റെ കൺസ്ട്രക്ടർ എഴുതിയിട്ടേ ബാക്കി എന്ത് പരിപാടിയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സെറ്റ് കെ വാല്യൂ എഴുതുമ്പോൾ അത് എഴുതിയില്ലെങ്കിലും നമുക്ക് കാര്യമൊന്നുമില്ല. നമ്മൾ എഴുതാൻ പോകുന്നത് ദിസ് ഡോട്ട് കെ സ്റ്റാർ 2 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി താഴെ വന്നിട്ട് കോൺസ്റ്റന്റ് d =
new derived of console.log of d.k എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് വാല്യൂ നോക്കാം. റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ്. ആദ്യം എന്താണ് വിളിക്കുന്നത്? ഡിറൈവ്ഡ് കൺസ്ട്രക്ടറിന്റെ ആദ്യം ഡിറൈവ്ഡ് കൺസ്ട്രക്ടറിനെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം ബേസ് കൺസ്ട്രക്ടറിനെ വിളിച്ചു. ബേസ് കൺസ്ട്രക്ടറിന്റെ വാല്യൂ 4 ആണ്. ഡിറൈവ്ഡ് കൺസ്ട്രക്ടറിന്റെ വാല്യൂ നമ്മളിവിടെ 40 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് 40 ആണ്. ഈ സൂപ്പർ കോൾ എന്ന് പറയുന്നത് കൺസ്ട്രക്ടറിനെ വിളിക്കുന്നതാണ്. നമ്മൾ ഡിറൈവ്ഡ് കൺസ്ട്രക്ടറിലോട്ടാണ് കോൾ വരുന്നത്. പക്ഷെ ആദ്യം വിളിക്കുന്ന ഏതാണ്? ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഡിറൈവ്ഡ് കൺസ്ട്രക്ടറിലോട്ട് കോൾ വരും. അതിനുശേഷം സൂപ്പർ എക്സിക്യൂട്ട് ചെയ്യും. ആദ്യം 4 സെറ്റ് ചെയ്യും. അതിനുശേഷമേ k = 40 സെറ്റ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ d.setKValue എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ വിളിച്ചു. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഡിറൈവ്ഡ് കൺസ്ട്രക്ടർ, നമ്മുടെ ഡിറൈവ്ഡ് കൺസ്ട്രക്ടറിനകത്ത് ആദ്യ കൺസോൾ വന്നു. പിന്നെ ബേസ് കൺസ്ട്രക്ടറിനകത്തുള്ള കൺസോൾ ലോഗ് =this.k വന്നു. അതിനുശേഷം ഡിറൈവ്ഡ് കൺസ്ട്രക്ടറിന്റെ വാല്യൂ 40 ആയിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം സെറ്റ് k വാല്യൂ എന്നുള്ളത് k*2 ആണ്. അത് 40 ആയിട്ട് വന്നു. console.logൽ k*2 അല്ലേ? ഓക്കെ, this.k*2 എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ. this.k = this.k*2 80 വന്നു ഇവിടെ. അത് ഇനിഷ്യലൈസേഷൻ ഞാൻ വിഴുങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് 80 വന്നു. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. സൂപ്പർ ഡോട്ട് സെറ്റ് k വാല്യൂ വിളിക്കാം. അതായത് ഇപ്പം നമ്മളിത് ഓവർറൈഡ് ചെയ്തിട്ടേക്കുവാണ്. അപ്പം നമ്മൾ സെറ്റ് k ഡോട്ട് വാല്യൂക്കകത്ത് k എന്ന് പറയുന്നത് 20 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിവിടെ സെറ്റ് ഡോട്ട് k വാല്യൂ ഡിറൈവ്ഡ് ക്ലാസ് ഡോട്ട് സെറ്റ് k വാല്യൂ വിളിക്കുമ്പം ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തുള്ള ഓവർറൈഡഡ് ഇംപ്ലിമെൻറ്റേഷൻ മാത്രമാണ് വിളിക്കുന്നത്. ബേസ് ക്ലാസ്സിലെ സെറ്റ് k വാല്യൂ വിളിക്കില്ല. ബേസ് ക്ലാസ്സിൽ സെറ്റ് k വാല്യൂ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ 40 ആണ്. കാരണം 20 × 40. വേണമെങ്കിൽ കോംപ്ലിക്കേഷൻ മാറ്റാനായിട്ട് ഞാനിവിടെ 100 എഴുതാം. നമുക്ക് കിട്ടേണ്ട വാല്യൂ അപ്പോൾ 200 ആയി. ഇനിയിപ്പം കാരണം ആദ്യം ഇത് ബേസ് ക്ലാസ് വിളിക്കും. ബേസ് ക്ലാസ് വിളിച്ചിട്ട് k എന്ന് പറയുന്ന വാല്യൂ 100 സെറ്റ് ചെയ്യും. സൂപ്പർ ഡോട്ട് k സെറ്റ് വാല്യൂ. അതിനുശേഷം this.k = this.k*2 എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ 100 × 2 200 വരണം. ഇത് ഞാൻ ഇങ്ങോട്ടിട്ടാ നോക്കാം. അപ്പം നമുക്ക് എറേഴ്സ് ഒന്നും വരുന്നില്ല. നോക്കിക്കേ, സൂപ്പർ ഈ കേസിൽ ഫസ്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. കൺസ്ട്രക്ടർ വിളിക്കുമ്പോൾ നമുക്ക് സൂപ്പർ വിളിച്ചിട്ട് പിന്നെ വേറെ എന്ത് വേണമെങ്കിലും വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് വിളിക്കുമ്പം അത് താഴെ മേളിലും ഒക്കെ ആയിപ്പോയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏത് പോയിന്റിലാണോ നമ്മുടെ ബേസ് ക്ലാസ്സിലെ പേരന്റ് മെത്തേഡിനെ വിളിക്കേണ്ടത് ആ പോയിന്റിൽ നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. പക്ഷെ കൺസ്ട്രക്ടറിൽ ആദ്യം എന്ത് കൊടുക്കണം? കൺസ്ട്രക്ടറിൽ ആദ്യം തന്നെ സൂപ്പർ കൊടുത്തിരിക്കണം. ദിസ് ആക്സസ് ചെയ്യുന്ന തൊട്ട് മുമ്പ് സൂപ്പർ കൊടുത്തിരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. റൺ ചെയ്ത് നോക്കാം. വാല്യൂ വരുന്നത് 200 ആണ്. ഇത്രേ ഉള്ളൂ സൂപ്പർ എന്ന് പറയുന്ന കീവേഡ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയുമുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിനകത്ത് ഓൾ വെച്ച് സെലക്ട് ചെയ്തെടുക്കണം. എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.